ചിറയൻകീഴ് നോർത്ത് അരയ തുരുത്തിയിൽ സ്വകാര്യ വ്യക്തിയുടെ യാർഡ് നിർമ്മാണത്തെ എതിർത്തതിന്റെ പേരിൽ ഒരു കുടുംബത്തിന് നേരെ സ്വകാര്യ വ്യക്തിയുടെയും ഗുണ്ടാസംഘത്തിന്റെയും നിരന്തര അക്രമമെന്നാണ് പരാതി. വഴി തടസ്സപ്പെടുത്തൽ, അപായപ്പെടുത്താൻ ശ്രമിക്കൽ, മതിൽ തകർക്കൽ, വാഹനം അടിച്ചു തകർത്ത് കുടുംബാംഗങ്ങളെ ആക്രമിക്കൽ ഇതൊക്കെയാണ് നടന്നതെന്ന് പരാതിക്കാരായ ഗ്രേസ് ലാൻഡിൽ പ്രിൻസ് റിച്ചാർഡും അനു അലക്സാണ്ടറും ആശാ നിറിൻ പറയുന്നു. ഇവർ കെട്ടിയിരുന്ന മതിൽ JCB ഒക്കെ വെച്ച് പൊളിച്ച് അത് ഇതാക്കിയിട്ട് വീണ്ടും ഇവർക്കുള്ള വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കണ്ടു. അപ്പോൾ എൻ്റെ അനിയത്തിയും ഭാര്യയുമാണ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേ ഇത് കണ്ടത്. അവരത് തർക്കമായിട്ട് അവിടെ സംസാരിക്കുകയും അതിൻ്റെ കൂടെ സംസാരം വാക്ക് തർക്കമായപ്പോഴത്തേക്കും, ഞാൻ കടലിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ജോലി ചെയ്ത് ഒരു 5-5:30 ആയപ്പോഴത്തേക്കും ഈ ബഹളം കേൾക്കുന്നതായിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇതാണ്ട് ഈ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സും ഇട്ടാണ്. ഞാൻ ഇപ്പോഴും ജോലിയിലാണ്, ഈ വീഡിയോ എടുക്കുന്ന സമയത്തും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഈ വേഷത്തിൽ ചെല്ലുമ്പോഴത്തേക്കും അവർ ചീത്ത വിളിക്കുന്നു. ഞാനും അവരോട് സംസാരിച്ച് ഞാനൊരു പൊതുപ്രവർത്തനം കൂടെയാണ്, എനിക്ക് പറഞ്ഞു തീർക്കാമെന്നുള്ള ധാരണയിലാണ് പോയത്. പക്ഷേ സംസാരിച്ചപ്പോഴത്തേക്കും അവർ അതുമായിട്ട് യോജിക്കുന്ന രീതിയിലല്ല ചീത്ത വിളിയും ഇതുമായി നമ്മൾ എന്നെ അവർ പ്രിൻസും അവൻ്റെ പപ്പ സണ്ണി ചാർലിയും കൂടെ ചേർന്ന് അവർ 4 പേര് അത് രാവിലെ ആദ്യ സമയത്തുണ്ടായിരുന്നു. അവർ എന്നെ ഉപദ്രവിച്ചു, എൻ്റെ തലയടിച്ച് പൊട്ടിച്ചു. തല പൊട്ടി അപ്പോഴത്തെ എൻ്റെ മക്കളും ഇവരൊക്കെ ഓടി വന്നു. ഞങ്ങളെ തിരിച്ച് പിടിച്ചു. വീട്ടിൽ ഞാൻ വന്നു. വീട്ടിൽ നിന്ന് തിരിച്ച് വണ്ടിയിൽ എൻ്റെ തല പൊട്ടിയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് എൻ്റെ വണ്ടിയിൽ കയറ്റി ഞാനും എൻ്റെ മകനും ഭാര്യയും അനിയത്തിയും കൊച്ചുമകളുമായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വണ്ടിയിൽ പോയത്. അപ്പോഴത്തേക്കും ഒരു രക്ഷകൻ എന്ന് പറഞ്ഞൊരു കാറ് കൊണ്ട് സെൻറ്റ് ആൻ്റണി കുരിശയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഞങ്ങളെ പോകാൻ പറ്റാത്ത രീതിയിൽ വണ്ടിയിൽ തടസ്സം ചെയ്ത് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞടാ ഒരു വാളും സാധനങ്ങളൊക്കെ വന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഇറങ്ങി. എൻ്റെ കൂട്ടുകാർ എന്നെ ഹോസ്പിറ്റലിൻ്റെ തല പൊട്ടിയിരുന്നുകൊണ്ട് എന്നെ ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് വിളിക്കുന്നത് എൻ്റെ വണ്ടി എൻ്റെ മക്കളെയും ഭാര്യയെയും അനിയത്തിയെയും എല്ലാം ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഉപദ്രവിച്ചു. എൻ്റെ വണ്ടി നിശേഷം അടിച്ചു പൊട്ടിച്ചു. ഒന്നുമില്ലാതെ അടിച്ച് എൻ്റെ മകൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് മകൻ്റെ കഴുത്തിൽ സീറ്റ് ബെൽറ്റ് മുറുക്കി കൊല്ലാൻ ശ്രമിക്കുകയും മൂക്കിടിച്ച് പൊട്ടിക്കുക. മൂക്കിന് പരിക്കേറ്റു. ഞങ്ങൾ ചെറിയങ്കര ആശുപത്രിയിൽ പോയിച്ച് അപ്പോൾ അത് മൂക്കിന് രക്തം വരുന്നത് കൊണ്ട് നേരെ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ചെറിയങ്കര ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് തീരുമ്പോൾ 12 മണിയായി. ആ 12 മണിക്ക് ഞങ്ങൾ സ്റ്റേഷനിൽ പോയി പരാതി, ഇവിടെ ഇത്രയും പേരിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഇതാക്കി. സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നാണ് ഇവരെ പോലെ ഈ ആക്രമിച്ചുകളിൽ നിന്ന് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ഇവിടെ വന്ന് അവർ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ പോലും ഒരു 7-7:30 ശേഷം 6:30 നടന്ന സംഭവം 7:30 ചെറിയങ്കീഴ് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റിയത്. അതുവരെ ഇവരിവിടെ തടസ്സം ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. അവർ വാളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത്. പ്രിൻസെ, നിന്റെ തല പൊട്ടിയിരിക്കും, നീ എത്രയും പെട്ടെന്ന് നിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കാം, നീ വണ്ടിക്കകത്ത് കയറ് എന്നും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് പോവുകയും ഞാൻ ബാക്കിലിരുന്ന ഞാനാണ് ഫ്രണ്ടിലോട്ട് വന്ന് മോൻ്റെ അടുത്ത് വണ്ടി റിവേഴ്സ് എടുക്കാൻ പറയുന്നതിനുള്ളിൽ തന്നെ ആശയുടെ വീട്ടിലോട്ട് വാളും കൊണ്ട് കയറിയ ജിബിൻ എന്ന് പറയുന്ന ആളും ബാക്കിയുള്ള അതിൽപ്പെട്ട ജിതിനും ലിജോണും ബാക്കിയുള്ള പ്രിൻസ് അവർ രാജു ഇവരെല്ലാവരും ഓടി വന്ന് ഞങ്ങളുടെ വണ്ടി വളയുകയും വണ്ടി വളഞ്ഞ ആ സമയം ആ പൊന്നച്ചൻ എന്ന് പറയുന്ന ആളിൻ്റെ ഗേറ്റിൻ്റെ അവിടുന്ന് തുടങ്ങിയ അടി ഞങ്ങളുടെ ഇൻ്റർലോക്ക് റോഡ് കയറുന്നത് വരെ ഇവർ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിനിടയിലാണ് മകളുടെ ദേഹത്ത് ബാക്ക് സൈഡിലുള്ള ഗ്ലാസ് പൊട്ടുന്ന ടൈമിലാണ് മകളുടെ ദേഹത്ത് 2 വയസ്സുള്ള മോളുടെ ദേഹത്ത് ഗ്ലാസ്സുകൾ തറച്ച് കയറുകയും കുഞ്ഞ് നിലവിളിക്കുകയും പേടിച്ച് ബഹളം കേട്ട് നിലവിളിക്കുകയും ചെയ്തു. അപ്പം മോളെയും എൻ്റെ ഇളയ മകനെയും കൊണ്ട് അനുജത്തി ആ പൈപ്പ് എത്തുന്നതിന് മുന്നേ, അതായത് ആ പൊന്നച്ചൻ്റെ മതിൽ കഴിയുന്നതിന് ആ ഇടയ്ക്ക് തന്നെ ആ നടുക്ക് ഭാഗത്ത് തന്നെ എൻ്റെ മകളെയും മോനെയും കൊണ്ട് അനുജത്തി വെളിയിലോട്ട് ചാടി ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അവളെ അടിക്കാൻ ശ്രമിച്ച അടി മോളുടെ ദേഹത്ത് കൊണ്ടുപോയില്ല, അതും നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയത്തില്ല. മോളുടെ ദേഹത്ത് എന്നാണ് ഞങ്ങൾ കൊച്ചിനെ ഏൽപ്പിച്ചെടുത്ത് അവർ പറഞ്ഞത്. എന്ന് വെച്ചാൽ കുഞ്ഞ് രാത്രിയിൽ കിടന്ന് ഭയങ്കര, പക്ഷേ ഇത് ഞങ്ങൾ ആ സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാം, ഞങ്ങൾ ആ വീട്ടിൽ ഏൽപ്പിച്ചിട്ട്, ഞങ്ങൾ എവിടെ പോയാലും ആ ചേച്ചിയുടെ വീട്ടിലാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള രീതിയിലാണ് കുഞ്ഞുങ്ങളെ 2 പേരെ ഞങ്ങൾ വണ്ടിക്ക് കൊണ്ടുപോയത് തന്നെ.
അപ്പോൾ അതിനുള്ളിൽ ഇവർ പ്രശ്നം തുടങ്ങി. ഇവർ വണ്ടി ഗ്ലാസ് എല്ലാം അടിച്ച് തകർത്ത് എൻ്റെ മകൻ ഇളയ മകൻ ഓടാനായിട്ട് ശ്രമിച്ച അവനെ കാലുകൊണ്ട് തട്ടിയിട്ട് അത് അവനെ പട്ടിയലിന് കാലിനടിച്ച് അവൻ അവിടുന്ന് പെരണ്ടെണീച്ചാണ് അവൻ ചേച്ചിയുടെ വീട്ടിൽ ഓടിക്കയറി, നിൻഷ ചേച്ചിയുടെ വീട്ടിലോട്ട് ഓടിക്കയറിയത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഓടി അകത്തും അങ്ങോട്ട് മാറുകയും ചെയ്തത് ഞാനും എൻ്റെ അനുജത്തിയുടെ ഹസ്ബൻഡും പിന്നെ എൻ്റെ ഡ്രൈവർ സീറ്റിരുന്ന മകനും മാത്രമേ ഉണ്ടായിരുന്നു. ഇവർ വണ്ടിയിൽ അവിടുന്ന് തുടങ്ങി അടി ഞങ്ങൾ റോഡിലോട്ട് കയറുന്നത് വരെ ഇവർ ആ വണ്ടി അടിച്ച് തകർക്കുകയും ഗ്ലാസ്സുകളും മൊത്തം അടിച്ച് തകർക്കുകയും എൻ്റെ വണ്ടിക്കകത്തിരുന്ന് എൻ്റെ മകനെ ഉപദ്രവിക്കുകയും ചെയ്തു. ഞാൻ ബാക്ക് സൈഡിൽ ഇരുന്ന് ഞാൻ ഇവരടിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് കയറി വന്ന് ഇവരടിക്കുന്ന വീഡിയോകളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ മകനെ പരമാവധി എൻ്റെ മക്കളാണ്, നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും അവർ കേൾക്കാതെയാണ് എൻ്റെ മക്കളെ ഉപദ്രവിച്ചത്. ഈ യാർഡിൻ്റെ പ്രശ്നത്തിൽ ഞാൻ ഇതൊക്കെ എനിക്കൊരു എൻ്റെ ഹെൽത്തിൻ്റെ പ്രശ്നം വെച്ചിട്ട് ഞാൻ യാർഡിൽ ഒരു പരാതി കൊടുത്തു, പഞ്ചായത്തിൽ കൊണ്ടുപോയി. ഇന്ന കണക്ക് സാറേ ഇങ്ങനെ ഇത് യാർഡ് നടക്കുന്നുണ്ട്, അതിൻ്റെ എന്തെങ്കിലും പേപ്പർ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷണത്തിന് ഞാൻ സെക്രട്ടറിയെ പോയി കാണുകയും സെക്രട്ടറി പറഞ്ഞു അങ്ങനെ ഒരു പേപ്പറില്ല, കൊമേഴ്ഷ്യൽ പേപ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ ഓൺലൈനായിട്ട് ഒരു പരാതി ഇട്ടോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രിൻസിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ഞാൻ അറിയാം ആ ഒരു സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു ശീലം ആ പുള്ളിക്കാരനുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ പോലീസ് സ്റ്റേഷൻ ചെന്ന് സാറിനോട് പറഞ്ഞു, സാറേ ഞാനൊരു പരാതി എനിക്കിങ്ങനെ ഉണ്ട്, ഞാനിങ്ങനെ ചെറുകിൽ കൊടുത്ത പരാതിക്ക് മേലെ എനിക്ക് ഉപദ്രവം ഉണ്ടാവും, അതുകൊണ്ട് എനിക്ക് പരാതി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ ആ പരാതി മേലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രിൻസിനെ വിളിക്കുകയും പ്രിൻസിനെ അവിടെ വിളിച്ച് വിലക്കുകയും ചെയ്തു. ഇങ്ങനെ പരാതി തന്നിട്ടുണ്ട്, നിങ്ങൾ അവരെ ഉപദ്രവിക്കരുതെന്ന്. അതിൻ്റെ അന്ന് രാത്രി തന്നെ ഈ പ്രിൻസ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ വൈഫിനെ കൊണ്ട് എൻ്റെ ഭർത്താവിനെതിരെ ഒരു കള്ളപ്പരാതി കൊടുത്തു. എൻ്റെ ഭർത്താവ് മോശമായ രീതിയിൽ ആ സ്ത്രീയെ നോക്കുന്നു, കാരണം അവർ ആ ഒരു ചുറ്റുവട്ടത്തല്ല, 1.5 കിലോമീറ്റർ അപ്പുറത്താണ് വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മോശമായത് കൊടുത്ത് അപ്പോൾ അന്ന് പോലീസ് സ്റ്റേഷൻ ചെല്ലാൻ എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാത്തതാണ്, പോയില്ല, ഹോസ്പിറ്റലിലായിരുന്നു. അതിന് പിറ്റേ ദിവസം ഞങ്ങൾ 10 മണിക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചപ്പോൾ അന്ന് ഈദായതുകൊണ്ട് സാറ് പറഞ്ഞു വരണ്ട എന്ന് പറഞ്ഞു, പിറ്റേ ദിവസം വന്നാൽ മതിയെന്ന്. അന്ന് പോയിട്ട് വരുന്ന വഴിക്കാണ് വീട്ടിൽ വന്നപ്പോൾ ഈ മതിൽ പൊട്ടിച്ചിരിക്കുന്നു, അതിൻ്റെ ബേസ്മെൻറ്റ് വരെ എടുത്തിരിക്കുന്നു, അതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. വീഡിയോസ് എടുത്തു. അപ്പം ഞങ്ങൾ പറഞ്ഞ് ഈ ഒരു കുഴി കണക്ക് കിടന്നപ്പോൾ പറഞ്ഞ് കുഞ്ഞ് എൻ്റെ 2 വയസ്സുള്ള കുഞ്ഞ് അതുവഴി ഓടി നടക്കണം, അപ്പോൾ ഈ കുഞ്ഞ് കുഴിയിൽ വീഴരുത്. അപ്പോൾ ഞങ്ങൾ ആ മണ്ണ് മൂടി കിട്ടുന്ന മൂടി കളഞ്ഞിട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇനി നിങ്ങളിവിടെ മതിൽ കെട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് വഴിക്കും തർക്കത്തിന് വരാൻ പറയാം, നിങ്ങൾ റീസർവേ ചെയ്ത് വില്ലേജ് ഓഫീസർ വഴി അടച്ച് മതിൽ കെട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് 1 മീറ്റർ വഴിയേ ഉള്ളൂ, വഴി അടച്ച് മതിൽ കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇനി മതിൽ കെട്ടുവാണെങ്കിൽ റീസർവേ ചെയ്ത് കെട്ടിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ മതിൽ കെട്ടാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞു, നിയമപരമായ രീതിയിൽ പോകാൻ പറഞ്ഞു. ആ പറഞ്ഞതിൽ വേണ്ട കുറേ ആൾക്കാരെ വിളിച്ച് വാക്ക് തർക്കമായി അവൻ്റെ ആൾക്കാരെ വിളിച്ച് ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. സാർ ഞങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുട്ടികളെ മാതാപിതാക്കൾ അടിച്ചാൽ മാത്രമേ കേസ് എടുക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവരടിച്ചാൽ കേസ് എടുക്കാൻ പറ്റൂല. പോലീസ് ഈ വിഷയത്തിൽ നീതിപൂർവമായ ഇടപെടൽ നടത്തിയിട്ടില്ലെന്ന് ഇവർക്ക് പരാതിയുണ്ട്. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി 16 ദിവസങ്ങൾക്ക് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഇനിയും തങ്ങൾക്കെതിരെ അക്രമമുണ്ടാകുമോ എന്ന ഭയപ്പാടിലാണ് ഈ കുടുംബം.